ചിലപ്പോൾ മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിക്കുക എന്നതിനർത്ഥം നമ്മൾ ചെയ്ത തെറ്റായ കാര്യങ്ങൾ പരിഹരിക്കണം എന്നാണ്. സക്കായിയുടെ സംഭവഗതിയിൽ അവൻ ഒരു ധനികനായിരുന്നു. പക്ഷേ അയാൾ തൻ്റേതല്ലാത്ത പണമുണ്ടാക്കാൻ പലരെയും വഞ്ചിച്ചു. യേശു അവനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായി തന്റെ തെറ്റുകൾ മനസ്സിലാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. സക്കായി തന്റെ സമ്പത്തിന്റെ പകുതി ദരിദ്രർക്ക് നൽകുമെന്നും അന്യായമായി എടുത്തതിന്റെ 4 ഇരട്ടി തിരികെ നൽകുമെന്നും വാഗ്ദാനം ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഹൃദയമാറ്റത്തെ സൂചിപ്പിക്കുന്നു. നാം നമ്മുടെ തെറ്റുകൾ സംബന്ധിച്ച് അവ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ സുഖവും സമാധാനവും ആരംഭിക്കുന്നു. മറ്റുള്ളവരിൽ മാത്രമല്ല, നമ്മുടെ സ്വന്തം ഹൃദയത്തിലും. പാപിയാണെന്ന് കരുതിയ സക്കായിയുടെ സഹവാസം യേശു ആസ്വദിക്കുന്നത് ചുറ്റുമുള്ള ആളുകൾ കണ്ടു. എന്നാൽ നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ച് രക്ഷിക്കാൻ യേശു വന്നതിനാലാണ് സക്കായിയുടെ വീട്ടിൽ രക്ഷ വന്നതെന്ന് യേശു പറഞ്ഞു. ക്ഷമ മാത്രമല്ല, കാര്യങ്ങൾ ശരിയാക്കലുമാണ് സമാധാനം. ബൈബിൾ നമ്മോട് പറയുന്നു, ലൂക്കോസ് സുവിശേഷം 19:9 യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്റെ ഉപദേശം ഇതാണ്: നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കുകയോ മറയ്ക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാനും നഷ്ടപരിഹാരം നൽകാനും ക്ഷമ ചോദിക്കാനും ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം സത്യസന്ധമായിരിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങൾ സുഖപ്പെടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സമാധാനവും സന്തോഷവും ലഭിക്കും. സക്കായിയുടെ മാതൃക പിന്തുടരുക. ദൈവം എങ്ങനെ പുതിയ ജീവിതവും സമാധാനവും കൊണ്ടുവരുമെന്ന് കാണുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.